താമരശ്ശേരിയിൽ അമ്മയെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വൈദ്യപരിശോധനയ്ക്കായി എത്തിച്ചിരിക്കുകയാണ്. ഇത്രയും നേരം അയാൾ ആദ്യ മൊഴിയെടുപ്പിലൊക്കെ ലഹരിയുടെ ആ ഒരു അബോധാവസ്ഥയിൽ തന്നെയായിരുന്നു പ്രതി ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. ജന്മം നൽകിയതിനുള്ള ശിക്ഷയായാണ് അമ്മയെ കൊലപ്പെടുത്തിയത്. അമ്മയെ കൊന്നതെന്നുള്ള കാര്യവും നേരത്തെ പ്രതി മൊഴിയായി നൽകിയിരുന്നു. ഇംതിയാസ് കരീം നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഇംതിയാസ്, ഇപ്പോൾ 24 വയസ്സ് മാത്രമാണ് യുവാവിന്റെ പ്രായം എന്ന് പറയുന്നത്. പക്ഷേ നോക്കൂ, നമുക്ക് ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ ഒരു ചേർത്ത് പിടിച്ചിരിക്കുകയാണ് പോലീസൊക്കെ. കാരണം എന്തെങ്കിലും തരത്തിലുള്ള ആക്രമണ സ്വഭാവം കാണിക്കുമോ എന്ന സംശയം അവർക്ക് ഇപ്പോഴും ഉണ്ടെന്ന് തോന്നുന്നു. ആര്യ അല്പസമയം മുൻപാണ് ഇത്തരത്തിൽ പ്രതിയായിട്ടുള്ള ആഷിഖിനെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് ഫോറൻസിക്കിലേക്ക് വൈദ്യപരിശോധനയ്ക്കായി എത്തിച്ചിട്ടുള്ളത്. താമരശ്ശേരി കേസ് അന്വേഷിക്കുന്ന താമരശ്ശേരി പോലീസിൻ്റെ വലിയ സുരക്ഷയോടുകൂടി തന്നെയായിരുന്നു ഇങ്ങോട്ടേക്ക് ആഷിഖിനെ എത്തിച്ചത്. അല്പസമയം കഴിഞ്ഞാൽ വൈദ്യപരിശോധന പൂർത്തിയാക്കി പോലീസ് മറ്റു നടപടികളിലേക്ക് കടക്കും. ഇതിൽ പ്രധാനമായിട്ടും പറയുന്ന ഒരു കാര്യം, അതായത് ഈ ലഹരി ഉപയോഗിച്ച സമയത്തായിരുന്നോ അമ്മയായിട്ടുള്ള സുബൈദയെ ഈ മകൻ വെട്ടിക്കൊന്നത് എന്ന ഒരു പ്രധാനപ്പെട്ട സംശയം എന്നുള്ളത് അത് ലഹരി ഉപയോഗിച്ച സമയത്തായിരുന്നു എന്ന കാര്യം സ്ഥിരീകരിക്കേണ്ടതുണ്ട്. അതിൻ്റെ ഒരു ഭാഗം കൂടിയാണ് ഈ വൈദ്യപരിശോധനയിൽ ഇക്കാര്യം കൂടെ നമുക്ക് സ്ഥിരീകരിക്കേണ്ടതുണ്ട്. അതും കൂടിയാണ് ഇന്ന് നടക്കുന്നത്. കാരണം നേരത്തെയൊക്കെ ഈ അവിടെയുള്ള അയൽവാസികളും മറ്റുമൊക്കെ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ നേരത്തെയൊക്കെ സുബൈദയുമായി പല സമയങ്ങളിൽ വഴക്കു കൂടുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നുവെന്ന് വ്യക്തമാക്കിയതാണ്. അങ്ങനെയെങ്കിൽ ഈ ലഹരിയുടെ ഇതിൽ തന്നെയാണോ അമ്മയെ വെട്ടിയത്, അതോ സ്വബോധത്തിൽ തന്നെയായിരുന്നു എന്ന കാര്യത്തിലൊക്കെ ഒരു വ്യക്തത വരേണ്ടതുണ്ട്. അതൊക്കെ ഒരു പക്ഷേ ഈ വൈദ്യപരിശോധനയ്ക്ക് ശേഷം നമുക്ക് വ്യക്തമാകുമെന്നാണ് കരുതുന്നത്. എന്തായാലും ഇപ്പോൾ വൈദ്യപരിശോധനയ്ക്ക് വേണ്ടിയിട്ട് പ്രതിയായിട്ടുള്ള ആഷിഖിനെ എത്തിച്ചിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇന്ന് അല്പസമയം കഴിഞ്ഞാൽ സുബൈദയുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാവുകയും ചെയ്യും. പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ എന്താണ് മരണകാരണമെന്ന കാര്യം ആ പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമാവുകയും ചെയ്യും. നേരത്തെയൊക്കെ നമ്മൾ വ്യക്തമാക്കിയ ഒരു കാര്യമെന്ന് പറയുന്നത് ഈ ബാംഗ്ലൂരിലെ ഡി അഡിക്ഷൻ സെൻ്ററിലായിരുന്നു പ്രതിയായിട്ടുള്ള ആഷിഖ് ഉണ്ടായിരുന്നത്. ഈ കോളേജിൽ പഠിക്കുന്ന സമയത്ത് സുഹൃത്ത് വലയത്തിൽ നിന്നാണ് ഇദ്ദേഹം ഈ MDMA അടക്കമുള്ള മാരക ലഹരി മരുന്നുകളെല്ലാം ഉപയോഗിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തുന്നത്. അത് പിന്നീട് വലിയ രീതിയിൽ ഒരു പ്രശ്നമായി മാറുമ്പോൾ, വീട്ടിലടക്കം വലിയ പ്രശ്നമായി മാറുമ്പോൾ ഇദ്ദേഹത്തെ ബാംഗ്ലൂരിലെ ഡി അഡിക്ഷൻ സെൻ്ററിലേക്ക് മാറ്റുന്നു. അവിടെയായിരുന്നു പിന്നീട് ഈ കുടുംബത്തിൻ്റെ പ്രതീക്ഷ ഒന്നാകെ ഉണ്ടായിരുന്നത്. ആ ഡി അഡിക്ഷൻ സെൻ്ററിൽ നിന്നും ആ ചികിത്സ വിജയിച്ചു വരുമെന്നൊരു പ്രതീക്ഷയായിരുന്നു. ഇപ്പോൾ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് മാത്രമാണ് ഈ ബ്രെയിൻ ട്യൂമർ ശസ്ത്രക്രിയ അടക്കം കഴിഞ്ഞ് സഹോദരിയുടെ വീട്ടിൽ കഴിയുന്ന സുബൈദയെ കാണാൻ വേണ്ടിയിട്ട് മകനായിട്ടുള്ള ആഷിഖ് താമരശ്ശേരിയിലെ പുതുപ്പാടിയിലെ വീട്ടിലെത്തിയത്. അവിടെ വെച്ചായിരുന്നു ഇങ്ങനെയൊരു കൃത്യം ആഷിഖ് നടത്തുന്നത്. ആ സമയത്ത് വീട്ടിൽ ഈ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വീട്ടിൽ ആരുമില്ലായിരുന്നു. ഈ സുബൈദയുടെ സഹോദരി രാവിലെ പുലർച്ചെ തന്നെ അവിടെ നിന്ന് ജോലി ആവശ്യത്തിനോ മറ്റുമായിട്ട് പുറത്തു പോയതായിരുന്നു. ഇവർക്കുള്ള ഭക്ഷണമടക്കം, ആഷിഖിനും സുബൈദക്കുമുള്ള ഭക്ഷണമടക്കം സജ്ജീകരിച്ചതിന് ശേഷമായിരുന്നു പുറത്തു പോയിരുന്നത്. ആ സമയം പുറത്തു പോയി വന്ന ആഷിഖ്, സുഹൃത്തുക്കൾക്കൊപ്പം പുറത്തു പോയി വന്ന ആഷിഖ് തൊട്ടടുത്ത വീട്ടിൽ നിന്നും അരിവാൾ കത്തി വാങ്ങുന്നു. അതും തേങ്ങ പൊളിക്കാനാണെന്ന വ്യാജേനയാണ് ആ കത്തി വാങ്ങുന്നത്. അതുപയോഗിച്ച് വെട്ടിക്കൊലപ്പെടുത്തി എന്നുള്ളതാണ് ഇതിൽ നിന്ന് ആദ്യഘട്ടത്തിൽ പ്രാഥമികമായി നമുക്ക് ലഭിച്ചിരിക്കുന്ന ഒരു വിവരം. ഈ വിവരങ്ങളെല്ലാം സ്ഥിരീകരിക്കേണ്ടതുണ്ട്. ഇതിൽ പോലീസെല്ലാം ഇന്നലെ തന്നെ ഈ വീട്ടിലേക്ക് എത്തുന്ന സമയത്ത് ഡൈനിങ് ഹാളിൽ മരിച്ച നിലയിൽ, രക്തം വാർന്ന് മരിച്ച നിലയിലായിരുന്നു സുബൈദയെ കാണപ്പെട്ടിരുന്നത്. ആ സമയത്ത് തന്നെ അവിടെയുള്ള നാട്ടുകാരെല്ലാം കൂടിക്കൊണ്ട് ഈ ആഷിഖിനെ പോലീസിൽ ഏൽപ്പിക്കുകയും ചെയ്തിരുന്നു. അവിടെ കൂടിയിരുന്ന ജനങ്ങൾക്കു നേരെ, അയൽവാസികൾക്കു നേരെ അടക്കം ആക്രോശിക്കുന്ന രൂപത്തിൽ അവരെ അടക്കം ഭീതിപ്പെടുത്തുന്ന സാഹചര്യമൊക്കെ ആയിരുന്നു ഇന്നലെ ആ വീടിൻ്റെ പരിസരത്തെല്ലാം ഉണ്ടായിരുന്നത്. അതിൽ തന്നെ പ്രധാനപ്പെട്ട ഇന്ന് പുറത്തു വന്നൊരു പ്രധാനപ്പെട്ട മൊഴിയുടെ ഭാഗമെന്ന് പറയുന്നത്, ജന്മം നൽകിയതിൻ്റെ പേരിൽ അമ്മയെ സുബൈദയെ ഞാൻ കൊലപ്പെടുത്തിയെന്ന് ആ നാട്ടുകാരോട് പറയുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. കേസ് അന്വേഷിക്കുന്ന താമരശ്ശേരി പോലീസ് പ്രാഥമികമായി മൊഴിയിൽ അങ്ങനെ തന്നെ രേഖപ്പെടുത്തുകയും ചെയ്തു. ഇനി ഈ വൈദ്യപരിശോധന അടക്കം എല്ലാം കഴിഞ്ഞതിന് ശേഷം ഇംതിയാസ് കരീമാണ് വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ വൈദ്യപരിശോധനയ്ക്കായി 24 വയസ്സ് മാത്രം പ്രായമുള്ള ആഷിഖിനെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് എത്തിച്ചിരിക്കുകയാണ്.